മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ കാലഘട്ടത്തിൽ തികച്ചും ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3-4-5-6 മാസമായിട്ട് എവിടെയെങ്കിലും ആന ഇടഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പത്രവാർത്ത വായിച്ചിട്ടുണ്ടോ? ആന ഇടഞ്ഞതായിട്ടോ ആനപ്പാപ്പാനെ കൊന്നതായിട്ടോ അത് ഉത്സവം കലക്കിയതായിട്ടോ ഒന്നും വാർത്തയില്ല. എന്തേ വാർത്ത വരാത്തത്? ഇപ്പോ ആനയെ കൂച്ചുവലങ്ങിട്ട് അമ്പലങ്ങളിലെ ഉത്സവങ്ങളില് ആ താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിക്കാനുള്ള കാലഘട്ടമല്ല. ഇടവം പാതി കഴിഞ്ഞാല് ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം വരെ യഥാർത്ഥത്തില് ഉത്സവങ്ങളില്ല. ആനകളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ കാര്യത്തിന് കുറച്ച് നേരത്തേക്ക് ഉപയോഗിക്കാറുള്ളൂ. മാത്രമല്ല, അന്തരീക്ഷം റീസണബിളി തണുപ്പാണ്. മഴക്കാലം, തണുപ്പ് കാലമാണ്, വലിയ ചൂടില്ല. ആനയെ കൂച്ചുവലങ്ങിട്ട് മണിക്കൂറുകളോളം നിർത്താറില്ല. അതുകൊണ്ട് ആനയ്ക്ക് യാതൊരു കാരണവശാലും ആന അത് ചങ്ങല പൊട്ടിക്കുകയോ തിന്മകൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൊടും വെയിലത്തെ നിർത്തിയിട്ട് ഈ മണിക്കൂറുകളോളം അതിനെ നരകയാതന അനുഭവിപ്പിച്ച് ഈ ഉത്സവങ്ങളിലും പൂരങ്ങളിലും പങ്കെടുപ്പിച്ച് മനുഷ്യന്റെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റികളും വേദനകളും പ്രശ്നങ്ങളുമാണ് അതിനെ പ്രതികരിക്കാനായിട്ട് നിർബന്ധിതമാക്കുന്നത്. ശരിക്ക് ആനകളോട് കാണിക്കുന്ന ക്രൂരത, അതുപോലെ പശുവിനെയും ആടിനെയും എരുമയെയും പോത്തിനെയും അറക്കുമ്പോൾ ആ മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരത, അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മേനകാ ഗാന്ധിയെ പോലെ മാനസികമായിട്ട് അസ്വാസ്ഥമുള്ള ഒരു സ്ത്രീ കേരളത്തിലെ പട്ടികൾ ഇത്രയും അധികം മനുഷ്യനെ ഉപദ്രവിച്ചിട്ടും അതിനെ കൊല്ലരുത്, അതിനെ സംരക്ഷിക്കണം, അതിനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കുകയും ഈ വളരെ പാവപ്പെട്ട ഒരു കാരണവശാലും പ്രതികരിക്കാത്ത ഈ മൃഗങ്ങളെ അതിനെ തിന്നാനോ ആഡംബരത്തിനോ ഉപയോഗിക്കുമ്പോഴും അതിനെ വേദനിക്കാതെ അതിനെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പശുവിനെ അറക്കുമ്പോഴും ഒരു സെക്കൻഡ് പോലും വേദനിക്കാതെ, മറ്റു മൃഗങ്ങളെ ഭക്ഷണത്തിനും മാംസത്തിനുമായിട്ട് കൊല്ലുമ്പോഴും ഒരു സെക്കൻഡ് പോലും വേദനിക്കാതെ പാശ്ചാത്യ നാടുകളില്, വികസിത രാഷ്ട്രങ്ങളില് എങ്ങനെയാണോ മൃഗങ്ങളെ ഇറച്ചിക്കായിട്ട് കൊല്ലുന്നത് അത്രയും വേദന അനുഭവിപ്പിക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിക്കാതെ ഈ ആനകളെ ഇങ്ങനെ വിനോദത്തിനും ആത്മീയതയുടെ പേരിലും അമ്പലത്തിന്റെ പേരിലും പൂരത്തിന്റെ പേരിലും മണിക്കൂറുകളോളം മീനമാസത്തിലെയും മേടമാസത്തിലെയും പൊരിയുന്ന വെയിലത്ത് നിർത്തിയിട്ട് ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പൂരമായിട്ട് മനുഷ്യൻ വെള്ളമടിച്ച് ആസ്വദിക്കുന്ന ആ സംഭവത്തിലാണ് ആന പ്രതികരിച്ച് ആന ഓടുന്നതും പലതും നശിപ്പിക്കുന്നതുമെല്ലാം. ഈ കഴിഞ്ഞ 6-7 മാസമായിട്ട് അതൊന്നുമില്ലല്ലോ. ഇനിയും 2-3 മാസം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഉത്സവകാലം തുടങ്ങുമ്പോഴായിരിക്കും അമ്പലങ്ങളിലും മോസ്കുകളിലും പള്ളികളിലുമെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ലക്ഷക്കണക്കിന് രൂപ വേസ്റ്റാക്കിയിട്ട് ഈ പാവപ്പെട്ട വന്യജീവിയായിട്ടുള്ള ആനയെ ഈ ദൈവത്തിന്റെ പേരിൽ മുമ്പിൽ നിർത്തി അതിന് സഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അതിനെ സഹിപ്പിച്ച് വേദനിപ്പിച്ച് അതിനെ ചൂഷണം ചെയ്യുമ്പോഴാണ് ആന പ്രതികരിക്കുന്നത് എന്ന് ഈ അനുഭവങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായി. ആ ആനയുടെ കണ്ണുനീര് നമ്മുടെ അമ്പലങ്ങളിൽ വീഴരുത്. ദേവൻ ദേവവാഹനത്തിൽ എഴുന്നള്ളുന്നു എന്നാണ് 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദേവനും ഭാരതീയ പൈതൃക പ്രകാരം ദേവവാഹനങ്ങളുണ്ട്. ആ ദേവവാഹനങ്ങളില് ആ ദേവവാഹനം ഉണ്ടാക്കാനുള്ള മരത്തിന്റെ പേരാണ് ദേവദാരു എന്നുള്ളത്. ദേവദാരു എന്ന പേരുണ്ടായത് ദേവവാഹനം ഉണ്ടാക്കേണ്ട മരമാണ്. അതില് സിൽവറിന്റെയോ അല്ലെങ്കിൽ നല്ല പട്ടോ മറ്റോ പുതച്ച് അതിന്റെ മുമ്പില് തടമ്പ് വെച്ചിട്ടാണ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുക.
കേരളത്തിൽ മാത്രമേ ആനകളെ ഉപയോഗിക്കാറുള്ളൂ. കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തിലും ആനകളെ ഇതുമാതിരി പൊരിയുന്ന വെയിലത്ത് നിർത്തിയിട്ട് അമ്പലങ്ങളിൽ ഉത്സവം നടത്താറില്ല. എത്രയോ വലിയ വലിയ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, കർണാടകത്തിലുണ്ട്. അവിടെ ഒന്നും തന്നെ ഈ ആനകളെ എഴുന്നള്ളിക്കാറില്ല. ഈ കേരളത്തിൽ മാത്രം രാജാക്കന്മാരുടെ പ്രൗഢി കാണിക്കാനും രാജാക്കന്മാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങള് തിരുവനന്തപുരത്ത് അതില്ല. നോക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആനയില്ല, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലും വലുതായിട്ടില്ല, 1 or 2 ഇടയ്ക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആനയുടെ എണ്ണത്തിലും വണ്ണത്തിലും പ്രൗഢി കാണിക്കാൻ രാജാക്കന്മാർ ഒരു പക്ഷേ പണ്ട് കാണിച്ചിരുന്ന ആ തലക്കനം ഉണ്ടാക്കുന്ന കർമ്മങ്ങള് അത് ജനങ്ങളെ ഏറ്റെടുത്ത് എല്ലാ അമ്പലത്തിലേക്കും ആനകളായി പോയതായിരിക്കാൻ കാരണം. ഏതായാലും നമ്മളുടെ ജീവിതത്തില് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഭാരതം മുഴുവനും വ്യാപിച്ചു കിടങ്ങുന്ന ആചാരാനുഷ്ഠാനങ്ങളില് ആനകള് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുക. ഇപ്പോ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. ധാരാളം ക്ഷേത്രങ്ങളില് ഇപ്പോ ആന എഴുന്നള്ളിപ്പ് രഥത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ ആവട്ടെ. ആ ആനയെ ചൂഷണം ചെയ്യുകയും ആനയുടെ ഉടമസ്ഥന്മാര് ഈ ആനയ്ക്ക് വാർദ്ധക്യം വരുന്നത് വരെ അതിനെ പരമാവധി ഉപയോഗിച്ചിട്ട് അന്ത്യത്തില് ഗതിയില്ലാതെ ചാവാൻ വേണ്ടിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അതിനെ കൊല്ലുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മരിക്കാൻ അനുവദിക്കുന്നൊരവസ്ഥ, ആ വേദനാജനകമായ അവസ്ഥയിൽ നമ്മുടെ ക്ഷേത്രങ്ങള് ആനയെ ദുരുപയോഗം ചെയ്ത് പങ്കുവഹിക്കാതിരിക്കട്ടെ. ആനയുടെ വേദനയുടെ കണ്ണുനീര് നമ്മുടെ ക്ഷേത്രങ്ങളുടെ മണ്ണില് വീഴാതിരിക്കട്ടെ. വിദേശത്ത് വസിക്കുന്ന ഭാരതീയരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അമ്പലത്തില് ആനകളെ സ്പോൺസർ ചെയ്യല്ലേ, വെടിക്കെട്ട് സ്പോൺസർ ചെയ്യല്ലേ, 2 മഹാപാപത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.